നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജാസ്മിനും ഗബ്രിയും അടിച്ചു പിരിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രീനെ നമുക്കറിയാം. ജാസ്മിൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൂടെ കൊണ്ട് നടക്കാനൊന്നും ഗബ്രീനെ കിട്ടൂല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോഴും എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമായിട്ടൊന്നും പറയണ്ടേ. ഇത്രയും നാൾ ഒരുമിച്ച് എന്താ പറയണ്ടേ, അങ്ങനെ നീങ്ങിയത് തന്നെ നല്ലൊരു കാര്യം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഗബ്രിക്ക് എന്ന് പറഞ്ഞ് ഇതിലൂടെ എന്ന് പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആരും അറിയാതെ ഗബ്രി ഇപ്പോഴും നല്ല റീച്ചിൽ നിൽക്കുന്നത്, ഗബ്രിയുടെ വ്ളോഗിന് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആ കാഴ്ചക്കാരെ കിട്ടിയത്, ഗബ്രിയുടെ എല്ലാ ഇതിനും എന്ന് പറഞ്ഞ കാഴ്ചക്കാരെ കിട്ടിയത് ജാസ്മിൻ എന്നുള്ള ഒരു സ്ത്രീ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഗബ്രിക്ക് വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു തേങ്ങാക്കൊലിയില്ല. അവൻ ആകെയുള്ള കഴിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ചൂടാകാൻ അറിയാം എല്ലാവരോടും, എല്ലാവരെയും കുറച്ച് വെറുപ്പിക്കാൻ അറിയാം എന്നല്ലാതെ വേറെ ഒരു കഴിവും ഗബ്രി എന്ന് പറയുന്ന മഹാനില്ല. പിന്നെ അവനിപ്പോ ജാസ്മിനെ അങ്ങ് എന്താ പറയുക തള്ളി എന്ന് വിചാരിച്ചിട്ട് അവന് വേറെ ഒന്നും വരാനും പോകുന്നില്ല. പിന്നെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ജാസ്മിനെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെ, അത് ബിഗ് ബോസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇതൊക്കെ അത്രമാത്രം കണ്ടാൽ മതി. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ ജാസ്മിൻ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് പറഞ്ഞ ഒരുപാട് ഫൗളുകൾ പറ്റിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ, അവർക്ക് നല്ല രീതിയിൽ അവർക്ക് പഴയതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പഴയതുപോലെ തന്നെ അവരുടെ വ്ളോഗും കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. അതായത് ഇവന്റെ കൂടെ ചേർന്ന് വെറുപ്പിച്ച് അവന് റീച്ച് ഉണ്ടാക്കി കൊടുത്ത് അവൻ റീച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അല്ലാതെ ജാസ്മിൻ എന്ന് പറഞ്ഞ ഓൾറെഡി റീച്ച് ഉള്ള ഒരു പാർട്ടി തന്നെയാണ്. ജാസ്മിൻ അങ്ങനെ വേറെ ആരെങ്കിലും പിടിച്ച് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇവൻ എന്താണ് ചെയ്തത്, ഇവൻ ജാസ്മിനെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞു ഇവൻ നല്ല, അതായത് ഗബ്രി എന്ന് പറയുന്നവൻ നല്ല രീതിയിൽ വളർന്നത് തന്നെ ജാസ്മിനെ വെച്ചിട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ ആർക്കറിയാം ഗബ്രീന? ഈ ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഗബ്രീന? അവൻ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ആർക്കെങ്കിലും അറിയോ? അതായത് അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജാസ്മിനെ വെച്ചിട്ട് കുറച്ച് വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ഫേമസ് ആവുക എന്ന് മാത്രമാണ്. അല്ലാതെ യാതൊരുവിധ ലക്ഷ്യവും അവനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ബലിയാടായതെന്ന് പറഞ്ഞാൽ ജാസ്മിന് മാത്രമാണ്. ഒരു പക്ഷേ ജാസ്മിന് കിട്ടിയ ഒരു തിരിച്ചടി തന്നെയായിരിക്കാം. ജാസ്മിൻ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്. അവിടെ എത്തിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗബ്രി എന്ന് പറയുന്നവൻ ജാസ്മിനെ ചതിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജാസ്മിനുമായിട്ടുള്ള പ്രേമരംഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഇവർ കല്യാണം കഴിച്ചോ ഇത്രയും നാളായിട്ട്? ജാസ്മിന് പറ്റിയൊരു അബദ്ധമാണ്. അതായത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരത്തില്ല, അല്ലെങ്കിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കണമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു കോപ്രായങ്ങൾ കിട്ടുന്നത്? ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ മറ്റുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇതിൽ നിന്നും പൊതുസമൂഹത്തിൽ കൊടുക്കുന്നു ോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് നിങ്ങളൊക്കെ എന്തിതാണ് കൊടുക്കുന്നത്? അപ്പോൾ നല്ല ഒരു ഇതിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ജാസ്മിന്, ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് കുടുംബ പ്രേക്ഷകരാണ്, ഫാമിലികളാണ്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ആരാധകർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീനേജ് ഇതിലുള്ള ഒരു കുട്ടികളാണ്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ് ജാസ്മിൻ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്? ഇതാണോ? അതായത് ഇങ്ങനെ എന്താ പറയേണ്ടത്, ഗബ്രി എന്ന് പറയുന്നവൻ്റെ കുറെ ചുറ്റിയടിച്ച് അവൻ പിന്നീട് എന്ന് പറഞ്ഞാൽ അൺഫോളോ ചെയ്യുന്നത്, അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിരിഞ്ഞു വരുന്നതാണോ ഉദ്ദേശിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, എല്ലാ പെൺകുട്ടികളും വളരെയധികം സൂക്ഷിക്കണം. ഇതുപോലെ നമ്മളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ ഇതേപോലെ ഇങ്ങനെ നമ്മളെ ഉപയോഗിച്ച് നമ്മളെ ഫെയിമെല്ലാം ഊറ്റിയെടുക്കുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ജാസ്മിന് അത് മനസ്സിലായിട്ടില്ല. ജാസ്മിൻ എന്ത് ചെയ്തു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് ശത്രുവായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് നിങ്ങൾക്കുള്ള അസൂയാണ്, ഗബ്രിയോടുള്ള അസൂയാണ്, ഗബ്രിയുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ശരിക്കും അവരെയെല്ലാം ഒരു ശത്രുവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗബ്രി എന്ന് പറയുന്നവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ജാസ്മിന് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അയാളുടെ ഫെയിമിന് വേണ്ടിയിട്ട് അയാളുടെ വ്ളോഗ് നല്ല റീച്ച് ഉണ്ടായില്ലേ. ഇപ്പോൾ ഗബ്രി ഏത് വ്ളോഗ് ഇട്ട് കഴിഞ്ഞാലും റീച്ച് ഉണ്ടായി. ഗബ്രി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നല്ല പൈസ ഉണ്ടാക്കിയതും പിന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉദ്ഘാടനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പല വിദേശ രാജ്യങ്ങളിലും പോയിട്ട് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഗബ്രി ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് ജാസ്മിനും കൂടെ ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും കൊളാബാണെങ്കിൽ കൃത്യമായിട്ടും അവർക്ക് ഒരു എന്താ പറയുക നല്ല രീതിയിൽ വ്ളോഗ് എടുത്ത് ഗബ്രി നല്ല പൈസ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഗബ്രി എന്ന് പറയുന്നവൻ ആദ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം അവൻ കല്യാണം കഴിക്കത്തില്ല.
ഓനൊരിക്കലും കല്യാണം കഴിച്ച് കൂടെ താമസിപ്പിക്കത്തില്ല, ഓന് വീട്ടുകാരും സമ്മതിക്കത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് വീഴാതിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. അന്ന് തന്നെ ജാസ്മിൻ പറയണമായിരുന്നു, ഗബ്രി നമ്മൾ കഴിഞ്ഞു, നമ്മൾ ഒരു പ്രശ്നമില്ല, നമ്മൾ കഴിഞ്ഞ് ഇവിടെ വെച്ച് തീർന്നു എന്ന് ബിഗ് ബോസ് തന്നെ പറയണമായിരുന്നു. അത് പറയാൻ പക്ഷേങ്കിൽ ജാസ്മിന് കഴിഞ്ഞിട്ടില്ല. അതാണെങ്കിൽ ഗബ്രി ആണെങ്കിൽ അത് നല്ല രീതിയിൽ എന്താ പറയേണ്ടത്, അവന്റെ ജീവിതം പിന്നെ ഉയർച്ചയിലെത്തിക്കാൻ വേണ്ടി മുതലെടുത്തു. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോഴേ ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നല്ല കാര്യം തന്നെയാണ്. അതായത് കല്യാണമൊന്നും കഴിക്കാതെ തന്നെ പിരിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് പിരിയുന്നതെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുമല്ല, ഈ ജാസ്മിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പുകയായിരിക്കും അവിടെ ആണ്. ഒരുപാട് പേര് കളിയാക്കാനുണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വിവാഹ ബന്ധം കളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്, ഒരു എൻഗേജ്മെന്റ് വരെ എത്തിയതാണ്. ഇപ്പോഴും അയാളാണെങ്കിൽ നല്ലൊരു ജീവിതം ജീവിക്കുന്നുണ്ട്. അയാളുടെ ഇപ്പൊ അമീറിന്റെ കല്യാണം കഴിഞ്ഞു, അയാൾക്ക് നല്ലൊരു പെൺകുട്ടീനെ കിട്ടിയിട്ടുണ്ട്, അയാൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അത് ജാസ്മിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ജാസ്മിന് നല്ല വിഷമം ഉണ്ടാകും. വിഷമവും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ജാസ്മിൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമാണ് അമീറുമായിട്ട്, ആ ഒരു യുവാവുമായിട്ട്. അപ്പൊ അയാള് ഈ ബിഗ് ബോസ് പോയത് കൊണ്ട് മാത്രമാണ് അയാളുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത്. ഏതായാലും മുടങ്ങട്ടെ. അയാൾ ഇപ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞ് ജാസ്മിന്റെ മുന്നിലൂടെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുമ്പോഴേ ജാസ്മിൻ അതിന്റെ വിഷമം ഉണ്ടാകും. എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 100% നിങ്ങളോട് പറയുന്നത്, അതിന്റെ വിഷമം നല്ല രീതിയിൽ ജാസ്മിൻ ഉണ്ടാകും. ആ വിഷമവും കാര്യങ്ങളും എല്ലാം ചിലപ്പോഴും ഡിപ്രഷനിലേക്ക് തന്നെ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഗബ്രി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഗബ്രീനെ കല്യാണം കഴിച്ച് ഗബ്രീന്റെ കൂടെ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ഗബ്രീനെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ അത് അമീറിനിട്ട് ഒരു അടി കൊടുക്കാമായിരുന്നു. പക്ഷെ അമീർ നല്ല സുഖത്തിൽ ജീവിക്കുമ്പോഴേ ജാസ്മിന്റെ കാര്യം എന്താണ്, ജാസ്മിന്റെ കാര്യം ഇപ്പോഴേ കട്ടപ്പുകയാണ്. ജാസ്മിൻ കഴിഞ്ഞാൽ ഇപ്പൊ കൃത്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ കല്യാണം കഴിക്കുന്നതൊക്കെ ജാസ്മിന്റെ ഇഷ്ടമാണ് കേട്ടോ, നമ്മൾ പറയുന്ന ഒന്നല്ല. പക്ഷെ നമ്മളൊക്കെ വിചാരിച്ചത് എന്താണ്, ഗബ്രിയുമായിട്ട് കല്യാണം നടക്കുമെന്ന് തന്നെയാണ് ഞാനൊക്കെ കരുതിയത്. അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വിവാഹമായി ഇപ്പൊ അടുത്ത് തന്നെ നമുക്ക് കേൾക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. ഇനി എന്താണ് സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല, ഇനി ഉള്ളതാണോ എന്നും നമുക്കറിയില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. സോഷ്യൽ മീഡിയയിലും അത് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെന്ന് പറഞ്ഞ് ഇതിന്റെ അകത്ത് നേട്ടം കൊയ്തവൻ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. അതായത് ഗബ്രിക്ക് ഈ ഒരു എന്താ പറയുക, അയാളുടെ ഫെയിമിന് വേണ്ടിയിട്ടും അയാളുടെ ബ്ലോഗിന് വേണ്ടിയിട്ടും അയാളുടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ജാസ്മിനെ അയാൾ ഉപയോഗിച്ചു എന്നേ പറയാനുള്ളൂ. അല്ലാതെ ജാസ്മിനോട് അയാൾക്ക് ഒരു സ്നേഹവും ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ വിട്ടുപോകുമോ? ഇനി സ്നേഹം ഉണ്ടെങ്കിൽ, ഇനി വിട്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് അൺഫോളോ ചെയ്യുന്നത്? നമ്മൾ എന്നാ ശരി, എന്നാ നമുക്ക് എന്നാ രണ്ടുപേർക്കും പിരിയാം എന്ന് പറഞ്ഞെങ്കിൽ പിരിഞ്ഞാൽ പോരെ. അല്ലാതെ ഇത്രയും നാൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നടന്ന് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്ന എല്ലാവരും വിചാരിച്ച് ഇപ്പൊ ജാസ്മിന്റെ മുൻകാമുകനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന, അടിപൊളിയായിട്ട് അവരിങ്ങനെ കറങ്ങി നടക്കുന്നത് കാണുമ്പോ ശരിക്കും ജാസ്മിന് നഷ്ടബോധം ഉണ്ടാകും. ആ നഷ്ടബോധം തീർക്കേണ്ടത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയെ കല്യാണം കഴിച്ചില്ല, വേറെ ആരെയും കല്യാണം കഴിച്ചു ആണേ, അത് തീർത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും ജാസ്മിൻ ഒരു കാര്യം ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ടീമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ്റെ കൂടെ ഒരു വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ ജാസ്മിൻ്റെ കൂടെ എൻഗേജ്മെന്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ടീം ഉണ്ടാകും. അവറ്റകളൊക്കെ അകറ്റി നിർത്തുക. എന്നിട്ട് മാന്യമായിട്ട് ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കല്യാണം തന്നെ കഴിപ്പിക്കുക. അതാ വേണ്ടത്, കല്യാണം തന്നെ കഴിക്കുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനി ഇമാതിരി എന്താ പറയണ്ടത്, ഈ പിന്നെ ഗബ്രീനെ പോലെ ചുറ്റിയടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ടീമിന്റെ മുന്നിൽ നിൽക്കരുത്. എന്തിനു വെറുതെയെങ്കിലും, അതാണ് പറയുന്നത്, എന്തിനു വെറുതെയെങ്കിലും. ഇതാണോ നിങ്ങളിലൊക്കെ കൊടുക്കുന്ന മെസ്സേജ്? ഒരുപാട് പേര് നിങ്ങളുടെയൊക്കെ ബ്ലോഗ് കണ്ടിട്ട് എന്താ പറയേണ്ടത്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതപാത തന്നെ പിന്തുടരേണ്ടവരല്ലേ, എന്നിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിച്ചോ. നന്ദി, നമസ്കാരം.